പ്രവർത്തനം 1 ഗണിത മാഗസിൻ. മീനുവും കൂട്ടുകാരും ഗണിത മാഗസിൻ തയ്യാറാക്കുകയാണ്. മീനു തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ പാറ്റേൺ പൂരിപ്പിക്കേണ്ട പ്രവർത്തനമാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ എന്താണ്? 4050, 5050, 6050. അടുത്ത 3 നമ്പേഴ്സ് എത്രയായിരിക്കും വരുന്നത്? 1000 ആണ് കൂടുന്നത് അല്ലേ? എല്ലാ നമ്പറിൻ്റെ കൂടിയും 1000 ആണ് കൂടുന്നത്. അപ്പോൾ അടുത്ത നമ്പർ 6050ൻ്റെ കൂടെ 1000 കൂട്ടിയാൽ എത്രയാണ്? 7050. നെക്സ്റ്റ് 8050, 9050. നെക്സ്റ്റ് ബി 8500, 8000, 7500. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? എത്രയാണ് കുറയുന്നത്? 500 ആണ് കുറയുന്നത്. അപ്പോൾ 7500ൽ നിന്ന് 500 കുറക്കുക. എത്രയായിരിക്കും? 7000. 6500. നെക്സ്റ്റ് എത്രയാണ്? 6000 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് സി 2115, 2216, 2317. അടുത്ത നമ്പർ എത്രയായിരിക്കും? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2115ൻ്റെ കൂടെ എത്ര കൂടുമ്പോഴാണ് 2216 ആകുന്നത്? ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 1 കൂടുന്നുണ്ട്, 100ൻ്റെ സ്ഥാനത്തും 1 കൂടുന്നുണ്ട് അല്ലേ? അതായത് 5 മാറിയിട്ട് 6 ആയി. പിന്നെ ഇവിടെയുള്ള 100ൻ്റെ സ്ഥാനത്തുള്ള 1 മാറിയിട്ട് 2 ആയി. ഇനി മൂന്നാമത്തെ നമ്പറിൽ നോക്കുക. 6 മാറിയിട്ട് 7 ആയി ഇവിടെ. പിന്നെ 100ൻ്റെ സ്ഥാനത്തുള്ള 2 മാറിയിട്ട് 3 ആയി അല്ലേ? അപ്പോൾ എത്രയായിരിക്കും കൂടുന്നത്? 1ൻ്റെ സ്ഥാനത്ത് 1 കൂടുന്നു. പിന്നെ 10ൻ്റെ സ്ഥാനത്ത് 1 കൂടുന്നില്ല, 100ൻ്റെ സ്ഥാനത്തും 1 കൂടുന്നു. അപ്പോൾ ശരിക്കും 101 കൂടുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ നമ്പറിൽ നിന്നും ഫസ്റ്റ് നമ്പർ കുറക്കുക. അപ്പോഴും 101 തന്നെയാണ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക? 2317നോട് 101 കൂട്ടുക. എത്രയായിരിക്കും? 2418. അതായത് 3 മാറിയിട്ട് 4 ആയി. പിന്നെ 7 മാറിയിട്ട് 8 ആയി. പിന്നെ എത്രയാണ്? 2519. ഇവിടെ 4 മാറിയിട്ട് 5 ആയി. 100ൻ്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് 8 പോയിട്ട് 9 ആയി അല്ലേ? പിന്നെ എത്രയാണ്? 2620 വരിക. 19 മാറിയിട്ട് 20 ആവും. 2620. ഓക്കെ. നെക്സ്റ്റ് ഡി 6200, 6400, 6600. ഇത് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? എത്രയാണ് കുറയുന്നത്? 200 ആണ് കുറയുന്നത്. അപ്പം നെക്സ്റ്റ് എത്രയായിരിക്കും? 6600ന് 200 കുറച്ചാൽ 6400. നെക്സ്റ്റ് 6200, 6000. നെക്സ്റ്റ് ഈ 842, 642, 442. എത്രയാണ് കുറയുന്നത്? 200 തന്നെയാണ് കുറയുന്നത് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് എത്രയായിരിക്കും? 242, 42. അടുത്ത സംഖ്യ നെഗറ്റീവ് സംഖ്യയാണ് വരിക. നമ്മളത് പഠിച്ചില്ലല്ലോ. അപ്പം 2 നമ്പർ മാത്രം എഴുതുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം 2. സമയം എത്ര? അപ്പോൾ വീട്ടിൽ നിന്നും 8:25 പുറപ്പെട്ട് 9:05 സ്കൂളിലെത്തി. ക്വസ്റ്റ്യൻ ഇതാണ്. യാത്രയ്ക്ക് എടുത്ത സമയം എത്രയായിരിക്കും? അതായത് 8:25 പുറപ്പെടുന്നത് അല്ലേ? അപ്പോൾ 8:25, 8:30 ആകാൻ വേണ്ടി 5 മിനിറ്റ്. ഈ 5 മിനിറ്റായി. ഇനി അത് 8:30, 9 മണിയാകാൻ വേണ്ടി 30 മിനിറ്റ് വേണം അല്ലേ? 30 മിനിറ്റ്. ഇനി 9 മണിക്കല്ല എത്തിയത്, 9:05 അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കൂട്ടുക. മൊത്തം എത്ര കൂട്ടുക? 30, 5, 35, 40 മിനിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഏഴ് ആൻസർ എത്രയാണ്? 40 മിനിറ്റ്. നെക്സ്റ്റ് ബി സ്കൂളിലെത്തിയ സമയം ക്ലോക്ക് വരച്ച് ക്ലോക്കിൽ അടയാളപ്പെടുത്തുക. എത്ര മണിക്കാണ് സ്കൂളിലെത്തിയത്? 9:05. അപ്പോൾ നിങ്ങൾ 9:05 ക്ലോക്ക് വരച്ചിട്ട് ക്ലോക്കിൽ അടയാളപ്പെടുത്തുക. അപ്പം ക്ലോക്ക് എങ്ങനെ വരക്കാം? ഇതുപോലെ നിങ്ങൾ നീറ്റായിട്ട് വരക്കുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ 12 ആണ്, ഇവിടെ 3, 6, 9. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 അവിടെയുണ്ട്, 10, 11. ഇങ്ങനെ നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? 9:05 വരക്കേണ്ടത് അല്ലേ? അപ്പോൾ മണിക്കൂർ സൂചി എവിടത്തേക്ക് കൊടുക്കുക? 9ൻ്റെ അടുത്തേക്ക് കൊടുക്കുക. 9:05. അപ്പോൾ 9 കഴിഞ്ഞിട്ട് കുറച്ചൊരു വ്യത്യാസം മാത്രമേ വരൂ. കുറച്ച് കട്ടിയിൽ മണിക്കൂർ സൂചി കുറച്ച് കട്ടിയിൽ വരക്കുക. ഇനി എന്ത് ചെയ്യുക? ഇനി മിനിറ്റ് സൂചി എവിടത്തേക്ക് വേണം? 5ലാണ് അല്ലേ? അപ്പം 9:05 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏതിലേക്കാണ്? 1ലേക്കാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പം മിനിറ്റ് സൂചി 1ലേക്കും കൊടുക്കുക. 9:05. ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം 3. വിലവര പട്ടിക. മീരയുടെ കയ്യിൽ 4200 രൂപയും ലീനയുടെ കയ്യിൽ 3500 രൂപയും അനുവിൻ്റെ കയ്യിൽ 3800 രൂപയും ഉണ്ട്. കൈവശമുള്ള മുഴുവൻ രൂപയും നൽകി അവർ ഓരോരുത്തരും 2 വീതം തുണിത്തരങ്ങൾ വാങ്ങി. വിലവര പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വില വരുന്നത്? ബെഡ്ഷീറ്റിൻ്റെ വില 2000ൻ്റെ ബെഡ്ഷീറ്റും ഉണ്ട്, 1200ൻ്റെ ഉണ്ട്, 1050ൻ്റെ ഉണ്ട്. സാരിയോ 2600ൻ്റെ സാരിയുണ്ട്, 2450ൻ്റെ സാരിയുണ്ട്, 2200ൻ്റെ സാരിയുണ്ട്. ചുരിദാർ 1050ൻ്റെ ഉണ്ട്, 1600ൻ്റെ ചുരിദാറും ഉണ്ട്, 1800ൻ്റെ ചുരിദാറും ഉണ്ട്. അപ്പോൾ ഇവരുടെ കൈവശമുള്ള പൈസക്ക് അനുസരിച്ചിട്ട് എന്ത് വാങ്ങാം? ഇവർക്ക് വില കൂടിയത്, വില കുറഞ്ഞത് ഇങ്ങനെ വാങ്ങാം.
അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 4200 രൂപേൻ്റെതാണ് മീര വാങ്ങേണ്ടത്. കംപ്ലീറ്റ് പൈസയും കൊടുത്തിട്ടാണ് വാങ്ങിയത്. ഇനി ലീന വാങ്ങേണ്ടത് 3500 കൊള്ളുന്ന സാധനം മാത്രമേ 2 ഐറ്റംസ് വാങ്ങാൻ പാടുള്ളൂ. ഇനി അനുവോ 3800 കിട്ടുന്ന 2 ഐറ്റംസ് ആണ് വാങ്ങേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഏതൊക്കെയായിരിക്കും അവ. അപ്പോൾ ഏതൊക്കെയായിരിക്കും മീരക്ക് വാങ്ങാൻ പറ്റുന്ന ഏതൊക്കെയായിരിക്കും? മീരയുടെ കയ്യിൽ എത്രയാണുള്ളത്? 4200 രൂപയാണ് മീരയുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ 4200 കിട്ടുന്ന 2 ഐറ്റംസ് വാങ്ങണം. ഏതൊക്കെ വാങ്ങാം? 2000-ൻ്റെ ബെഡ്ഷീറ്റ് വാങ്ങാം മീരക്ക് അല്ലേ. പിന്നെ ബാക്കി 4200 അല്ലേ ടോട്ടലുള്ളത്. അപ്പോൾ 2000 കഴിച്ചാൽ ബാക്കി 2200 ഉണ്ട് അല്ലേ. അപ്പോൾ 2200-ൻ്റെ സാരിയും വാങ്ങാം അല്ലേ. 2200-ൻ്റെ സാരിയും വാങ്ങാം. ടോട്ടൽ എത്ര രൂപയായി? 4200 രൂപയായി അല്ലേ. അപ്പോൾ മീരക്ക് ഈ 2 ഐറ്റംസ് വാങ്ങാം. ഇനി ലീന 3500 രൂപയുടെ തുണിത്തര വാങ്ങിയത് അല്ലേ. അപ്പോൾ 3500 കറക്റ്റായിട്ട് വരണം, ബാക്കിയൊന്നും വരാൻ പാടില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, കൈവശമുള്ള മുഴുവൻ രൂപയും നൽകിയിട്ടാണ് അവർ ഓരോരുത്തർ 2 വീതം തുണിത്തരങ്ങൾ വാങ്ങിയത്. അപ്പോൾ 2 ഐറ്റംസ് കറക്റ്റായിട്ട് 3500 കിട്ടുന്ന 2 ഐറ്റംസ് വേണം വാങ്ങാൻ വേണ്ടി. അപ്പോൾ എങ്ങനെ വാങ്ങാം ലീനയ്ക്ക്? 1050-ൻ്റെ ബെഡ്ഷീറ്റ് വാങ്ങി. പിന്നെന്താണ്, 1050-നോട് എത്ര കൂട്ടിക്കഴിഞ്ഞാലാണ് 3500 ആവുക? അതായത് എത്ര കൂട്ടാം നമ്മൾക്ക്? സാരി വാങ്ങാം അല്ലേ. 2450-ൻ്റെ സാരി വാങ്ങാം അല്ലേ. 2 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ട്? 3500 കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഈ 2 ഐറ്റംസും ലീനക്ക് വാങ്ങാം. ഇനി ആരാണ്? ഇനി അനുവിൻ്റെ കയ്യിൽ 3800 രൂപയാണുള്ളത് അല്ലേ. അപ്പോൾ 3800-ന് കിട്ടുന്ന 2 ഐറ്റംസ് വാങ്ങാം. ഏതൊക്കെയാണ്? ബെഡ്ഷീറ്റ് 2000 രൂപയുടെ ബെഡ്ഷീറ്റ് വാങ്ങാം. പിന്നെ ബാക്കി 1800 ആണുള്ളത്. അപ്പോൾ 1800-ൻ്റെ ചുരിദാറും വാങ്ങാം അല്ലേ. അപ്പോൾ 3800 ആയി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി എന്താണ്? 3 ഓരോന്ന് വീതം വാങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് എത്ര രൂപയാകും? അതായത് ബെഡ്ഷീറ്റിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ റേറ്റുള്ള ബെഡ്ഷീറ്റ് വാങ്ങുക, സാരിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്ന സാരി വാങ്ങുക, ചുരിദാറിന് ഏറ്റവും വില കുറഞ്ഞ ചുരിദാർ വാങ്ങുക. അപ്പോൾ എത്ര രൂപയാണ് ആവുക നോക്കാം നമ്മൾക്ക്. ബെഡ്ഷീറ്റിൽ ഏറ്റവും കുറവ് റേറ്റ് ഏതാണ്? 1200 അല്ലേ. 1200 കൂട്ടണം. പിന്നെ സാരിയിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഏതാണ്? 2200-ൻ്റെ സാരിയാണ് അല്ലേ. അപ്പോൾ 2200 കൂട്ടണം. ചുരിദാറിൽ ഏറ്റവും റേറ്റ് കുറവ് ഏതാണ്? 1050-ൻ്റെ ചുരിദാറുണ്ട് അല്ലേ. അപ്പോൾ 1050 3 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 0 5 4 3 1 4 അല്ലേ. 4450 കിട്ടുന്നത് അല്ലേ. എത്ര രൂപയാകും? 4450 രൂപ. ഓക്കെ. നെക്സ്റ്റ് സി, 3 ഓരോന്ന് വീതം വാങ്ങിയാൽ ഏറ്റവും കൂടിയത് എത്ര രൂപയാകും? നമ്മളിപ്പോൾ കുറഞ്ഞതാണ് കണ്ടെത്തിയത്. ഇനി ഏറ്റവും കൂടിയ റേറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ബെഡ്ഷീറ്റിൽ ഏറ്റവും കൂടിയ റേറ്റ് ഏതാണ്? 2000 അല്ലേ. 2000 രൂപയുടെ ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ കൂടിയ സാധനമാണ് വാങ്ങുന്നത്. 2000 കൂട്ടണം. സാരിയിൽ ഏറ്റവും കൂടിയത് ഏതാണ്? 2600 അല്ലേ. 2600 കൂട്ടണം. ചുരിദാറിൽ ഏറ്റവും കൂടിയ റേറ്റ് ഏതാണ്? 1800-ൻ്റെ ചുരിദാറാണ് അല്ലേ. ഏറ്റവും വില കൂടിയത് 1800. 3 തമ്മിൽ കൂട്ടുക. 0 0 6 8 10 14 അല്ലേ. 14 1 3 2 5 1 6 6400 രൂപ. നെക്സ്റ്റ് പ്രവർത്തനം 4 കലണ്ടർ പൂർത്തിയാക്കാം. 2023 ജനുവരിയിലെ കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ചെയ്യാം? 11-ാം തീയതി ബുധനാഴ്ചയാണ് അല്ലേ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരുന്ന ബുധനാഴ്ച എത്രയായിരിക്കും? 11-ന് 7 കുറക്കുക. അപ്പോൾ 4-ാം തീയതി ബുധനാഴ്ചയാണ്. നിങ്ങൾക്ക് ബാക്കോട്ടേക്ക് എഴുതാം. 3 2 1 1-ാം തീയതി ഞായറാഴ്ചയാണ്. ഇനി ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. 5 6 7 ഇങ്ങനെ തുടർച്ചയായിട്ട് വരും. ഇനി ക്വസ്റ്റ്യൻസ് ഇതാണ്, തന്നിരിക്കുന്ന കലണ്ടർ പൂർത്തിയാക്കുക. നമ്മൾ പൂർത്തിയാക്കി അല്ലേ. ഇനി ബി എന്താണ്? 2023 ജനുവരി മാസം എത്ര ശനിയാഴ്ചകൾ ഉണ്ട്? അപ്പോൾ ശനിയാഴ്ചയുടെ താഴെ നോക്കുക. എത്ര ശനിയാഴ്ചകളാണ് ഉള്ളത്? 1 2 3 4 ശനിയാഴ്ചകളുണ്ട് അല്ലേ. 4 ശനിയാഴ്ചകൾ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 2023 ജനുവരി മാസം 5 പ്രാവശ്യം വരുന്ന ദിവസങ്ങൾ ഏതെല്ലാം? ജനുവരി മാസം 5 പ്രാവശ്യം വരുന്ന ദിവസങ്ങൾ ഏതെല്ലാണ്? ഞായറാഴ്ച 5 ദിവസമുണ്ട്, തിങ്കളാഴ്ച 5 ദിവസമുണ്ട്, ചൊവ്വാഴ്ചയും 5 ദിവസമുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ഞായർ തിങ്കൾ ചൊവ്വ അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡി, 2023 ഫെബ്രുവരി 3 ഏത് ദിവസമാണ്? അപ്പോൾ 2023 ഫെബ്രുവരി 3 ഏത് ദിവസമായിരിക്കും? ഇവിടെ ജനുവരി മാസം ആയതുകൊണ്ട് 31 ദിവസമുണ്ട് അല്ലേ. അപ്പോൾ ജനുവരി 31 വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഫെബ്രുവരി 1 ഏതായിരിക്കും? ജനുവരി 31 കഴിഞ്ഞാൽ അടുത്ത ദിവസം ഫെബ്രുവരി 1 ആണല്ലോ. അപ്പോൾ ഫെബ്രുവരി 1 ബുധനാഴ്ച ആയിരിക്കും, ഫെബ്രുവരി 2 വ്യാഴാഴ്ച ആയിരിക്കും, ഫെബ്രുവരി 3 വെള്ളിയാഴ്ച ആയിരിക്കും വരുന്നത്. അപ്പോൾ 2023 ഫെബ്രുവരി 3 ഏത് ദിവസമാണ്? വെള്ളി. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.